ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പുതുക്കാട് വീട്ടമ്മയെ ആക്രമിച്ച് മോഷ്ടാവ് പണം കവർന്നു. വാഹനത്തിന്റെ ലോൺ അടയ്ക്കാൻ കുടുക്കയിൽ സ്വരൂപിച്ച 10,000 രൂപയോളം മോഷ്ടിച്ചതായി പരാതി. മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നവുമായ ഹാൻസും ഉപയോഗിച്ച് സർവീസ് നടത്തിയ ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. 2 ബസ്സുകൾ പോലീസ് കസ്റ്റഡിയിൽ. പാഞ്ഞാൽ കാട്ടിക്കാവ് ക്ഷേത്രത്തിൽ വീണ്ടും കവർച്ച. പൂട്ട് തകർത്ത് തിടപ്പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന 2 ഓട്ടുരുളിയും 4 നിലവിളക്കുകളും കവർന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പുതുക്കാട് വീട്ടമ്മയെ ആക്രമിച്ച് മോഷ്ടാവ് പണം കവർന്നു. വാഹനത്തിന്റെ ലോൺ അടയ്ക്കാൻ കുടുക്കയിൽ സ്വരൂപിച്ച 10,000 രൂപയോളം മോഷ്ടിച്ചതായി പറയുന്നു. ബർമൂഡയും ടീഷർട്ടും ധരിച്ചെത്തിയ മോഷ്ടാവ് മുഖം പാതി മറച്ചിരുന്നതായി പറയുന്നു. വീട്ടുകാരുടെ പരാതിയിൽ പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പുതുക്കാട് തെക്കേത്തുറവ് പൂതംകുറ്റി മോഹൻദാസിൻ്റെ വീട്ടിൽ ശനിയാഴ്ച രാവിലെ 5:30-ക്കാണ് സംഭവം. ഓട്ടോ തൊഴിലാളിയായ മോഹൻദാസ് വാഹനത്തിൻ്റെ ലോൺ അടയ്ക്കാൻ കുടുക്കയിൽ സ്വരൂപിച്ച 10,000 രൂപയോളം മോഷ്ടിച്ചതായി പറയുന്നു. ഇന്ന് ലോൺ അടയ്ക്കാനായി മുറിയിലിരുന്ന മോഹൻദാസിൻ്റെ ഭാര്യ ഉഷ കുടുക്കയിൽ പണം എണ്ണുന്നതിനിടെ മോഷ്ടാവ് അകത്തെത്തുകയായിരുന്നു. ഉഷയുടെ കയ്യിൽ നിന്ന് പണം തട്ടിപ്പറിച്ചെടുത്ത ശേഷം ഇവരെ ചവിട്ടി താഴെയിട്ടാണ് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടത്. പിറകിലെ വാതിൽ തുറന്നിട്ട് മോഹൻദാസ് കുളിക്കാൻ പോയ സമയത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ഉഷയുടെ ശബ്ദം കേട്ട് മോഹൻദാസ് എത്തുമ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെട്ടിരുന്നു. ബർമൂഡയും ടീഷർട്ടും ധരിച്ചെത്തിയ മോഷ്ടാവ് മുഖം പാതി മറച്ചിരുന്നതായി പറയുന്നു. വീട്ടുകാരുടെ പരാതിയിൽ പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം, പുതുക്കാട്. മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നവുമായ ഹാൻസും ഉപയോഗിച്ച് സർവീസ് നടത്തിയ ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 ബസ്സുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിടിയിലായ ബസ് ജീവനക്കാരുടെ ലൈസൻസ് റദ്ദു ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചു. ചൂണ്ടൽ നിലയ്ക്കാട്ട് പയ്യൂർ സ്വദേശി ആലുക്കൽ വീട്ടിൽ ശ്രീകൃഷ്ണനെയും ഇയാൾ ഓടിച്ച MKK ബസ്സും വെള്ളാറ്റഞ്ഞൂർ കുരുവന്നൂർ കൊടത്തിൽ വീട്ടിൽ അജിത്തിനെയും ഇയാൾ കണ്ടക്ടറായി ജോലി ചെയ്യുന്ന ഫീസുമോൻ ബസ്സുമാണ് കുന്നംകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. കഴിഞ്ഞ ദിവസം കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ചൂണ്ടൽ പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്നാണ് കുന്നംകുളം പോലീസ് സ്വകാര്യ ബസ്സുകളിൽ പരിശോധന നടത്തിയത്. പിടിയിലായ ബസ് ജീവനക്കാരുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചതായും വരും ദിവസങ്ങളിൽ മേഖലയിൽ പരിശോധന ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. കുന്നംകുളം അഞ്ഞൂരിൽ വാഹന പരിശോധനയ്ക്കിടെ 1/2 കിലോ കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ ആർത്താൻ സ്വദേശി 29 വയസ്സുള്ള സതീശനെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. എക്സൈസ് ഇന്റലിജൻസ് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ആർത്താറ്റ് സ്വദേശി 29 വയസ്സുള്ള സതീശനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. വാഹന പരിശോധനയ്ക്കിടെ സംശയം തോന്നി ഇയാളുടെ വാഹനത്തിൽ നടത്തിയ വിശദ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. എക്സൈസ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജയപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് കഞ്ചാവുമായി പ്രതിയെയും വാഹനവും പിടികൂടിയത്. സംഭവത്തിൽ പ്രതിയോടൊപ്പം ഉണ്ടായിരുന്ന യുവാവ് ഓടി രക്ഷപ്പെട്ടതായി എക്സൈസ് അറിയിച്ചു. ഇയാൾക്കായുള്ള അന്വേഷണം എക്സൈസ് ആരംഭിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശിവശങ്കരൻ, പ്രിവന്റീവ് ഓഫീസർമാരായ AC ജോസഫ്, സിദ്ധാർത്ഥൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലത്തീഫ്, അരുണ, നിവ്യ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മീഡിയ ടൈം, തൃശൂർ. കൊടുങ്ങല്ലൂരിൽ മുൻ വൈരാഗ്യത്തെ തുടർന്നുള്ള ആക്രമണത്തിൽ മധ്യവയസ്കനെ കല്ലുകൊണ്ടടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. കല്ലുകൊണ്ടുള്ള ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജബ്ബാർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണമടയുകയായിരുന്നു. പുല്ലുറ്റ് ചാപ്പാറ പൊന്നമ്മത്ത് 60 വയസ്സുള്ള ജബ്ബാറിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ പുല്ലുറ്റ് കൊള്ളിക്കത്തറ അൻസാബ്, ലോകമലേശ്വരം ഒല്ലാശ്ശേരി ശരത് എന്നിവരുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ഫെബ്രുവരി 7-ന് കൊടുങ്ങല്ലൂർ തെക്കേ നടയിലായിരുന്നു സംഭവം.
കല്ലുകൊണ്ടുള്ള ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജബ്ബാർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണമടയുകയായിരുന്നു. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ എം ശശിധരന്റെ നേതൃത്വത്തിൽ SI ഹരോൾഡ് ജോർജ്, ASI CD രാജൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീഷ് വാവക്കാട്, തോമാച്ചൻ, സുബീഷ്, CPO ഫൈസൽ എന്നിവരടങ്ങിയ സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പുതുക്കാട്, ചെങ്ങാലൂർ, രണ്ടാംകല്ല് എന്നിവിടങ്ങളിൽ നിന്ന് 3 ഉഗ്രവിഷപ്പാമ്പുകളെ പിടികൂടി. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പാലപ്പിള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപ്പലമാണ് 3 പാമ്പുകളെയും പിടികൂടിയത്. വനം വകുപ്പ് അധികൃതർക്ക് കൈമാറിയ പാമ്പുകളെ പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു. പുതുക്കാട് കോമ്പാറ ജോയിയുടെ കടയിൽ കയറിയ 5 അടി നീളമുള്ള അണലി, ചെങ്ങാലൂർ മഠത്തിപ്പറമ്പിൽ തിലകൻ്റെ വീട്ടുമുറ്റത്തെ വലയിൽ കുടുങ്ങിയ മൂർഖൻ, രണ്ടാംകല്ല് തൈവളപ്പിൽ രാജേഷിൻ്റെ പറമ്പിൽ നിന്ന് പുല്ലാനി മൂർഖൻ എന്നിവയാണ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ജോയിയുടെ കടയിൽ അണലിയെയും തിലകൻ്റെ വീട്ടുമുറ്റത്തു നിന്ന് മൂർഖനെയും പിടികൂടിയത്. രാജേഷിൻ്റെ വീട്ടുപറമ്പിൽ കണ്ട പുല്ലാനി മൂർഖനെ ശനിയാഴ്ച ഉച്ചയോടെയാണ് പിടികൂടിയത്. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പാലപ്പിള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ റെസ്ക്യൂ ടീമംഗം രജീഷ് നന്ദിപുലമാണ് 3 പാമ്പുകളെയും പിടികൂടിയത്. വനം വകുപ്പ് അധികൃതർക്ക് കൈമാറിയ പാമ്പുകളെ പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു. മീഡിയ ടൈം, പുതുക്കാട്. ഇനി നാട്ടിൽ നടന്നത്. പാഞ്ഞാൾ കാട്ടിൽക്കാവ് ക്ഷേത്രത്തിൽ വീണ്ടും കവർച്ച. പൂട്ട് തകർത്താണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന 2 ഓട്ടുരുളിയും 4 നിലവിളക്കുകളും കവർന്നു. ഇന്ന് പുലർച്ചെ ശാന്തിക്കാരൻ ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ആറ്റപ്പാടം പാലക്കൽ ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് മോഷണം നടന്നത്. 5 മണിയോടെ മണ്ടിക്കുന്നത്തു നിന്നും നാട്ടുകാർ കള്ളനെ പിടികൂടി പോലീസിനു കൈമാറി. മേലടൂർ LP സ്കൂളിൽ 103-ാം വാർഷികം തേജനി 2K24 ആഘോഷിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവും നടന്നു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. വളരെ വൈകിയാണ് നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങ് എന്നുള്ളതുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. നമ്മുടെ കൊച്ചു മക്കളൊക്കെ എല്ലാവരും മേക്കപ്പൊക്കെ ചെയ്ത് സംഗീതത്ത് വളരെ സന്തോഷത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടിരിക്കുമ്പോൾ ഏകദേശം 8 മണിയോടെ സമയത്ത് വലിയ ദീർഘമായി പ്രസംഗിച്ചാൽ അത് അധിക പ്രസംഗമാവും എന്നുള്ളതുകൊണ്ട് നമുക്കറിയാവുന്നതുപോലെ ഒരു പ്രദേശത്തിൻ്റെ സാംസ്കാരിക, സാമൂഹിക, സാമ്പത്തിക മണ്ഡലത്തിൽ ഒരു സ്കൂളിൻ്റെ പങ്ക് എന്നതിൻ്റെ ഏറ്റവും മാതൃകാപരമായ സ്കൂളാണ് 103 വർഷം പിന്നിടുന്ന എൻ്റെ അമ്മ കൂടി പഠിച്ച ഗവൺമെൻറ് LP സ്കൂൾ മേലൂർ. അത് പണ്ട് മലയാള സ്കൂൾ എന്നാണ് ഈ സ്കൂളിനെ അറിയപ്പെടുന്നത്. ഈ സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം സമിതി സ്കൂളിലും വൈകല സ്കൂളിലും തൊട്ടടുത്ത പാലശ്ശേരി സ്കൂളിലായി വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ജീവിതത്തിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളിൽ PTA പ്രസിഡന്റ് A. ധനേഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക TK ഷാനി, വാർഡ് മെമ്പർ സുനിത സജീവൻ, മേലടൂർ ദേവാലയ വികാരി ഫാദർ ജോസ് പാലാട്ടി, അമ്പിളി അനിൽ, പോളി ആന്റണി, സുഷമ ജിനേഷ്, AD അളകനന്ദ, ഷിജി ശങ്കർ എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ സംയുക്ത കിസാൻ മോർച്ച, ട്രേഡ് യൂണിയൻ, കർഷക തൊഴിലാളി യൂണിയൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഗ്രാമീണ ബന്ദിന്റെ ഭാഗമായി അഷ്ടമിച്ചിറയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. PS സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അരുൺ പോൾ, ജോർജ് നെല്ലിശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. VM വത്സൻ, VM ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. പിന്നീട് ഒന്നും കൂടി ക്ലിയർ ചെയ്തിട്ടാണ് ഇന്നിപ്പോൾ നമ്മുടെ ഉപകരണങ്ങളെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്.
അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾക്കൊരു തുണയായി ഉപകരണങ്ങൾ മാറട്ടെ. അതോടൊപ്പം തന്നെ വരും വർഷങ്ങളിൽ ഇതുപോലെ ഈ ഉപകരണങ്ങൾ വയ്ക്കാൻ നമ്മുടെ എല്ലാം ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം പലപ്പോഴും പല പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു വിഷമമൊക്കെയാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു കൈതാരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മെമ്പർമാരായ ജോളി സജീവ്, അനില സുനിൽ വർഗീസ് കാഞ്ഞൂത്തറ, AS ബിജീഷ്, പഞ്ചായത്ത് സെക്രട്ടറി TC ഗീത എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് പുത്തൻചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശരത് ലാൽ കൃപേഷ് രക്തസാക്ഷി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. അനുസ്മരണ യോഗം VA നദീർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പുത്തൻചിറ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഉമേഷ് K വർമ്മ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് VS അരുൺ രാജ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ TS ഷാജി, ജിജോ അരിക്കാൻ, മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CK രാഘവൻ ജെറോം എന്നിവർ പ്രസംഗിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ KP പ്രജീഷ്, സിജിൻ കൃഷ്ണപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. മാള കോട്ടയ്ക്കൽ സെന്റ് തെരാസസ് കോളേജിൽ 1980-83 BA ഡിഗ്രി ബാച്ചുകാരുടെ സംഗമം നടന്നു. കോളേജ് മാനേജർ ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പിള്ളി അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ പ്രിൻസിപ്പൽ പോൾ, അധ്യാപകരായ നമ്പൂതിരി, തോമസ്, രവി, റീത്ത ജോർജ്, ആന്റണി, പൂർവ്വ വിദ്യാർത്ഥിയും മുൻ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അംഗവുമായ MP ആന്റണി എന്നിവർ സംസാരിച്ചു. 104 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന കോട്ടയ്ക്കൽ കോളേജിലെ 1980-83 4ാം ബാച്ചിലെ 76 വിദ്യാർത്ഥികളാണ് 41 വർഷത്തിനു ശേഷം പഴയ ഓർമ്മകളുമായി ഒത്തുകൂടിയത്. അവരെ പഠിപ്പിച്ച പൂർവ്വ അധ്യാപകരായ 8 പേരെ സംഗമത്തിൽ ആദരിച്ചു. കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാറിന്റെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിലെ പുതിയ പാചകപ്പുരയുടെ ഉദ്ഘാടനം MLA നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്കൂൾ സൂപ്രണ്ട് ഷബാന V ഷാഫി, സാങ്കേതിക വിദ്യാഭ്യാസ മേഖലാ കാര്യാലയം ജോയിന്റ് ഡയറക്ടർ സോളമൻ PA, നഗരസഭാ കൗൺസിലർമാരായ KS കൈസാബ്, ചന്ദ്രൻ കളരിക്കൽ, PTA വൈസ് പ്രസിഡന്റ് അജയൻ KA, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NB ആന്റണി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വയലാറിലും പുല്ലൂറ്റ് നാരായണമംഗലത്തും ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 2 ഹെൽത്ത് വെൽനസ് സെന്ററുകൾ ആരംഭിച്ചു. സാധാരണക്കാരന് ആരോഗ്യ ചികിത്സാ സൗകര്യം തൊട്ടടുത്ത് തന്നെ ലഭ്യമാക്കുന്നതിനു വേണ്ടിയാണ് സർക്കാർ 3 ചികിത്സാ കേന്ദ്രങ്ങൾ കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് അനുവദിച്ചത്. ഓരോ കേന്ദ്രത്തിലും ഒരു ഡോക്ടറും നഴ്സും ഫാർമസിസ്റ്റ് ഉൾപ്പെടെയുള്ള സ്റ്റാഫിനെയും നിയമിച്ചിട്ടുണ്ട്. ഇവിടെ സൗജന്യമായി മികച്ച ചികിത്സയും മരുന്നുകളും അത്യാവശ്യ പരിശോധനകളും ലഭ്യമായിരിക്കും. 2 കേന്ദ്രങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. VR സുനിൽകുമാർ MLA വയലാർ സെന്റർ തുറന്നുകൊടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ VS ദിനൽ, ലത ഉണ്ണികൃഷ്ണൻ, KS കൈസാബ്, LC പോൾ, ഷീല പണിക്കശ്ശേരി, KR ജൈത്രൻ, ഡോക്ടർ V ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പറവൂർ കുമാരവിലാസം ഗവൺമെന്റ് LP സ്കൂൾ 100ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പൊതുസമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ MJ രാജു അധ്യക്ഷനായി. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KJ ഷൈൻ, വിവിധ മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ചവർക്ക് ബീന ശശിധരൻ, MJ രാജു, KJ ഷൈൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബേബി ജോർജ് എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. പൂർവ്വകാല അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. ഹെഡ് മിസ്ട്രസ് NK മഹേശ്വരി, PTA പ്രസിഡന്റ് TM ഹാരിസ്, മുൻ കൗൺസിലർ നബീസ ബാവ, മാതൃസംഘം ചെയർപേഴ്സൺ നീതു മനു, ചന്ദ്രൻ, TG ബീന, TH മുഹമ്മദ് യാസിൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിലെ വടക്കേനടയിൽ 22.37 ലക്ഷം രൂപ ചെലവിൽ മിനി സിവിൽ സ്റ്റേഷൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. VR സുനിൽകുമാർ MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കേന്ദ്രത്തിൽ ഫീഡിംഗ് റൂം, ക്യാമറ, റേഡിയോ, ഫാൻ, വൈഫൈ, മൊബൈൽ ചാർജ് എന്നീ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു.
ടി.കെ. ഗീത അധ്യക്ഷത വഹിച്ചു. ലത ഉണ്ണികൃഷ്ണൻ, കെ.എസ്. കൈസാബ്, എൽ.സി. പോൾ, ഒ.എൻ. ജയദേവൻ, ഷീല പണിക്കശ്ശേരി, വാർഡ് കൗൺസിലർ കെ.ആർ. ജൈത്രൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ്. ഹരീഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ.കെ. നവിൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ പി.എസ്. ദീപക് എന്നിവർ സംസാരിച്ചു. മേത്തല ഗവൺമെന്റ് യു പി സ്കൂളിലെ 105ാമത് വാർഷികാഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു. വാർഡ് കൗൺസിലർ ഇ.ജെ. ഹിമേഷ് ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഇ.എ. ഇക്ബാൽ അധ്യക്ഷനായി. നഗരസഭാ കൗൺസിലർമാരായ രവീന്ദ്രൻ നടുമുറി, റിജി ജോഷി, ഹെഡ്മിസ്ട്രസ് ടി.സി. സിന്ധു, പി.ടി.എ. പ്രസിഡന്റ് ബിജോയ് കിഷോർ, എസ്.എം.സി. ചെയർമാൻ എൻ.ഐ. സാദിഖ്, സൗമ്യ ജിജീഷ്, പി.കെ. ജാസ്മിൻ, എം.എസ്. പ്രിയദർശിനി, കൊരട്ടിയിൽ എ.എസ്. പുഷ്പൻ, ഉസ്മാൻ കൊടുങ്ങല്ലൂർ, ടി.എ. അബ്ദുൾ ഖാദർ, സഗീർ ജ്യോതിഷ്, ഷബനാസ്മി തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെയും നേതൃത്വത്തിൽ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. കൊടുങ്ങല്ലൂരിൽ NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി.ബി. ഹരിലാൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുൾ മനാഫ് അധ്യക്ഷത വഹിച്ച പൊതുയോഗത്തിൽ NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആനന്ദ് സി, ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ആർ. ഹരീഷ് കുമാർ, M.V. രജീഷ്, കെ. റസിയ, അലോഷ്യസ്, പ്രവീൺ ദാസ് P.A., പ്രേംദാസ് P.S., സുരാജ്, ഷാജിമോൻ K.R., സിംല R.S., ഷെഫീഖ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പുതുക്കാട് വീട്ടമ്മയെ ആക്രമിച്ച് മോഷ്ടാവ് പണം കവർന്നു. വാഹനത്തിന്റെ ലോൺ അടയ്ക്കാൻ കുടുക്കയിൽ സ്വരൂപിച്ച 10,000 രൂപയോളം മോഷ്ടിച്ചതായി പരാതി. മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നവുമായ ഹാൻസും ഉപയോഗിച്ച് സർവീസ് നടത്തിയ ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. 2 ബസ്സുകൾ പോലീസ് കസ്റ്റഡിയിൽ. പാഞ്ഞാൽ കാട്ടിക്കാവ് ക്ഷേത്രത്തിൽ വീണ്ടും കവർച്ച. പൂട്ട് തകർത്ത് തിടപ്പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന 2 ഓട്ടുരുളിയും 4 നിലവിളക്കുകളും കവർന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.